അതായത് ഈ രണ്ട് ആരോപണങ്ങൾ അടുത്തിടയ്ക്കായി ഇദ്ദേഹത്തിനെതിരെ MP ഗോവിന്ദനെതിരെ ഉയർന്നു വന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന കത്തയച്ചു എന്ന് പറയുന്ന ഷർഷാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. MP ഗോവിന്ദൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചു ഡൽഹിയിൽ. ഒറ്റ വാക്ക് അസംബന്ധമെന്നായിരുന്നു പറഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുന്നു? അതിപ്പോൾ ഞാൻ നേരത്തെ മനോരമയുടെ അടുത്തും പറഞ്ഞിട്ടേ ഉള്ളൂ. അസംബന്ധം എന്ന് പറയാൻ അദ്ദേഹം എന്തുദ്ദേശത്തിലാണ് പറഞ്ഞതെന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വാട്സപ്പ് ചാറ്റ്, മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ്, ഇമെയിൽ ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ള എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അസംബന്ധം എന്ത് തരത്തിൽ മകനോട് ചോദിച്ചിട്ട് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് അറിയില്ല. ഇപ്പം മീഡിയൻ്റെ മുമ്പിൽ ചിലപ്പം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നും അറിയില്ല. കാരണം ഞാനും മകനും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പാർട്ടി കോൺഗ്രസിൻ്റെ ആ വേദിയിൽ വെച്ചിട്ട് പോലും ഞാൻ കണ്ടതാണ്. പിന്നെ ഷാമിനെ കണ്ടതാണ്, ഷാമിൻ്റെ അമ്മയും കണ്ട് സംസാരിച്ചതാണ്. അതുകൊണ്ട് അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുദ്ദേശത്തിലാണെന്നുള്ള എനിക്ക് പറയാനറിയില്ല. താൽക്കാലികമായ രക്ഷപ്പെടൽ മാത്രമായിരിക്കും. രക്ഷപ്പെടലാണെന്നുള്ള അറിയില്ല. കാരണം പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മക്കളൊക്കെ വിഷയങ്ങൾ വരുമ്പം തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യം തന്നെയാണല്ലോ. സത്യം നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ വിഷയം എന്ന് പറയുന്നത് 2021 തുടങ്ങിയ വിഷയമാണ്. ഇപ്പോൾ അന്നൊന്നും എന്നെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ സഹായിച്ചപ്പം ഞാനതിൽ വളരെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അന്ന് മറുനാടനാണ് എന്നെ സഹായിച്ചത്. അദ്ദേഹം വളരെ ആദ്യം 2-3 പ്രാവശ്യം പോയിട്ട് ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് ഈ വിഷയത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്നു പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ ഈ രാജേഷ് കൃഷ്ണക്കെതിരെയാണ് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ശ്യാം ഇടപെട്ടിട്ടുണ്ടോ? അല്ല, ഷാമിൻ്റെ അടുത്ത് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട്. കാരണം ഷാമ മുഖേന വന്നു കയറിയ ഒരാളാണ് രാജേഷ് കൃഷ്ണ നമ്മളെ കുടുംബത്തിൽ. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുമ്പം ഈ ആൻഡോ ജോസഫിൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് രാജേഷ് വരുന്നത്. അപ്പം പ്രശ്നങ്ങൾ വന്നപ്പം ഞങ്ങൾ പരിചയപ്പെടുത്തിയ ആളെയാണല്ലോ നമ്മൾ ആദ്യം ബന്ധപ്പെടുക. പക്ഷേ അതിൽ നിന്ന് ഷാമിനെ ഒഴിഞ്ഞു മാറേണ്ട വന്നു. ഷാമി യാതൊരു രീതിയിലും ഷാമിന് എല്ലാ അപ്ഡേറ്റുകളും ഒപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജ് വഷളായി വന്ന് എൻ്റെ പേരിൽ FIR വന്ന് ഈ മറ്റേ നമ്മുടെ എന്താ പറയുക, ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസിൻ്റെ കോടതിയിലെത്തുന്നത് വരെയുള്ള വിഷയങ്ങൾ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാമിന്. പക്ഷേ ഷാം ഒരു നിസ്സാരാവസ്ഥയിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ചെയ്തത്. ഈ ഷാം രാജേഷ് കൃഷ്ണയുടെ ഒരു കൺട്രോളിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു കൺട്രോളിലാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൽ ഞാനടക്കം സാക്ഷിയായ 1-2 കാര്യങ്ങളുണ്ട്. അതെനിക്കിപ്പം ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഇനിയിപ്പം കേസായിട്ട് കോടതിയിൽ പോയിരിക്കല്ലേ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള എവിഡൻസൊക്കെ ഞാൻ കോടതിൻ്റെ മുമ്പിൽ കൊടുക്കും. അത്രയേ ഉള്ളൂ. കാരണം അല്ലാതെ ഷ്യാം എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണൻ്റെ കൂടെ വരുന്നത് എന്നുള്ള എന്താവസ്ഥയാണ്, എന്താ കാരണം എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊരു കാര്യം, അതായത് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് താങ്കൾ നൽകുന്നൊരു പരാതി, അത് ആ പാർട്ടിയുടെ ഒരു പരമോന്നതമായ ബ്യൂറോ ആണ്. നമ്മുടെ ഒരു വിശ്വസിച്ചിരുന്ന ഒരു സാധനം എന്താ, ഏറ്റവും ടോപ്പ് ലെവലിലുണ്ടായിരുന്ന ഒരു സാധനം, അവിടെ കൊടുത്തൊരു പരാതി അതെങ്ങനെ ഈ കോടതിയിലെത്തുന്നു, പിന്നീട് മാധ്യമങ്ങൾക്ക് വരുന്നു, അതെങ്ങനെ ചോരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, കോടതിയിലെത്തിയത് ഒരാൾ കയ്യിൽ അത് കിട്ടിയത് കൊണ്ടാണല്ലോ. അപ്പം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അതിൽ പോളിറ്റ് ബ്യൂറോ അന്ന് തന്നെ നടപടിയെടുത്ത അന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഫർദർ അന്വേഷണത്തിന് ആ കത്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റിയത്. ഞാൻ ആർക്കാണോ കത്ത് കൊടുത്ത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഫർദർ അന്വേഷണത്തിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ അതാത് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നടപടികൾ എടുത്തതിൻ്റെ ശേഷം അതാത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞങ്ങൾ കൊടുക്കും. അവിടുന്ന് അവരത് പരിശോധിച്ച് വേണ്ട നടപടി ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ അത് തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തിക്കാണും. അപ്പോൾ അവിടുന്ന് ആണ് ലീക്കായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു സാധ്യത ഉള്ളത്, ഇദ്ദേഹത്തിൻ്റെ ബേസ് ഘടകമായ UK പാർട്ടി ഘടകമുണ്ട്. ആ UK പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി അർസേവ് ബൈൻസ് എന്ന് പറയുന്ന ആൾക്കും മെയിൽ കോപ്പി പോയിട്ടുണ്ട്. അദ്ദേഹം ഈ ഇംഗ്ലീഷ് വേർഷൻ അദ്ദേഹത്തിനും പോയിട്ടുണ്ട്. അദ്ദേഹം പഴയ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ സിസ്റ്റർ മകളെ ഭർത്താവ് എന്തോ ആണ്. അദ്ദേഹമാണ് പാർട്ടിയുടെ അവിടുത്തെ സെക്രട്ടറി. അദ്ദേഹം രാജേഷിൻ്റെ വളരെ അടുത്ത ആളാണ്. കാരണം അദ്ദേഹത്തിന് മലയാളം അറിയില്ല. ഈ കേരളത്തിൽ നടക്കുന്ന പാർട്ടിയുടെ എല്ലാ ട്രാൻസ്ലേഷനും കാര്യങ്ങളും ഈ പുള്ളിയാണ് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും മലയാളികളാണ് അവിടെ കൂടുതൽ പാർട്ടിയായിട്ട് അടുപ്പമുള്ളവർ UK. അവരെ ഒരുപാട് പേര് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ രാജേഷ് കൃഷ്ണൻ്റെ വിഷയത്തിന് ശേഷം എന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിക്കണ്ടേ അവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന്, ഇത് 2 പേരെ സാധ്യത ഉള്ളൂ. അല്ലാതെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ നിന്ന് ചോരാൻ യാതൊരു സാധ്യതയില്ല.